കാത്തിരിപ്പ് വെറുതെയായി. ശ്രീനന്ദ മരണത്തിന് കീഴടങ്ങി. ആദരാഞ്ജലികൾ. വളരെ വേദനയോടുകൂടി വായിച്ച ഒരു വാർത്തയാണത്. കാരണം ഞാൻ ഒരുപാട് ഈ കുട്ടിക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ പേരൻസിന് കരുത്തേകണമേ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പണ്ടൊരു കാലത്ത് ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ ഒരു സൂചി, അതായത് ക്ലോക്കിലെ വലിയ സൂചിയും ചെറിയ സൂചിയിലും വലിയ സൂചിയും ചെറിയ സൂചിയും നോക്കിയിരിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ. ഒരു സൂചി ഒന്ന് മാറിയാൽ, എത്താൻ വൈകിയാൽ ഗേറ്റിൻ്റെ അവിടെ നെഞ്ച് തടവിക്കൊണ്ട് ടെൻഷനോടുകൂടി നിൽക്കുന്ന അച്ഛൻ്റെ മുഖമാണ് എനിക്കിന്ന് ഓർമ്മ വരുന്നത്. അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായെങ്കിലും ആ വേദന എന്താണെന്നുള്ളത് എനിക്കിന്ന് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ദേവനന്ദ എവിടെ എന്നറിയാതെ 3 ദിവസത്തോളം കാത്തിരുന്ന ആ കരുത്തിന്, ആ അച്ഛന് ഞാൻ നമിക്കുന്നു. അമ്മയും ഒപ്പം സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കരുത്ത് ഭഗവാൻ കൊടുത്തത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എന്നാലും ഈ കുട്ടി എവിടെ പോയി എന്ന് 3 ദിവസമായി ഞാനും ആലോചിക്കുന്നു. ഇത് എല്ലാ കുട്ടികൾക്കും വരുമ്പോൾ പാഠമാകട്ടെ. ട്രക്കിങ്ങിന് പോകുന്ന കുട്ടികളും വീട്ടിൽ ധിക്കരിച്ച് പുറത്ത് ടൂറ് പോകുന്ന കുട്ടികളും വീട്ടിലൊന്നും പറയാണ്ട് പുറത്ത് ചുറ്റയടിച്ച് നടക്കുന്ന കുട്ടികളുമൊക്കെ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. എത്ര വിനോദമാണെങ്കിലും വിനോദസഞ്ചാരത്തിന് അയക്കുമ്പോൾ പേരൻസിൻ്റെ ഉള്ളിൽ ചെറിയൊരു നടുങ്ങൽ എപ്പോഴും ഉണ്ടാകും. എന്നാലും മക്കളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ വിനോദയാത്രയും അവരെ അയക്കുന്നത്. ആയതിനാൽ സുരക്ഷയോടുകൂടിയും കൂടെയുള്ള ടീച്ചേഴ്സിൻ്റെ ഒപ്പവും നിന്ന് വഴിതാറാതെയും വഴിതെറ്റിപ്പോകാതെയും സൂക്ഷിക്കേണ്ടത് അവരവരുടെ കടമയല്ലേ? എന്തിനാണ് പേരൻസിനെ ഇങ്ങനെ ജീവിതകാലം മുഴുവനും വിഷമിപ്പിക്കുന്നത്? ഇനി ഇവരുടെ കണ്ണുനീർ എന്നാണ് തോർന്നു കിട്ടുക? പണ്ട് ഒരു ദേവനന്ദയുണ്ടായിരുന്നു. കൊറോണ സമയത്തുണ്ടായിരുന്ന ന്യൂസ്, അതും എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഇന്നും അതിനൊരു തീരുമാനമായിട്ടില്ല. വെള്ള ഉടുപ്പിൻ്റെ മേലെ ത്രിവർണ്ണ പതാകയുടെ അതേ കളറിലുള്ള ഒരു ദുപ്പട്ടയും അണിഞ്ഞു നിൽക്കുന്ന ആ കുട്ടിയുടെ സുന്ദരമായ ആ മുഖം മിടുക്കിയും ഡാൻസുകാരിയുമാണെന്നറിഞ്ഞു. ഇന്നും തീരാ ദുഃഖമായിട്ടാണ് അതും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നത്. ആയതിനാൽ കുട്ടികൾ സ്വന്തമായിട്ട് ഒന്ന് സുരക്ഷിതരായിരിക്കുക അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പേരൻസിനെ വിഷമിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പേരൻസാണ് ജീവിതകാലം മുഴുവനും കരഞ്ഞു തീർക്കുന്നത്. ജന്മം തന്ന പേരൻസിനോട് കുറച്ചെങ്കിലും കരുണയായിക്കൂടെ? ശ്രീനന്ദയ്ക്ക് എന്തു പറ്റി എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. വരും ദിവസങ്ങളിൽ അറിയാം. കാത്തിരിക്കൂ.